ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ടാം പിണറായി സർക്കാരിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൊതു ഇടങ്ങളിലെ ശുചിത്വവും പെരുമാറ്റരീതിയും വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമെന്ന് മന്ത്രി OR കേളു. ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്ന് MK രാഘവൻ MP. കേരളത്തിലെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ചുള്ള കാർഗോ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗം കൊച്ചിയിൽ നടക്കും. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിയാമെന്ന സന്ദേശവുമായി നടത്തുന്ന മഴയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അഴിമതി നിയമനങ്ങളുടെ ഏകജാലകം മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത തോൽവി സംഭവിച്ചു. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. LDFനെ പറ്റി പ്രതീക്ഷയുണ്ട് ജനങ്ങൾ. ആ പ്രതീക്ഷ ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാരിന് അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യം മൂലം കേന്ദ്ര BJP ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഈ കാലം മുഴുവനും. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ലക്ഷ്യമാക്കിയ പല കാര്യങ്ങളും ലക്ഷ്യമാക്കിയതുപോലെ നടപ്പിലാക്കാനായിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ രണ്ടാം ഗവൺമെൻറ്റിന് കഴിയാതെ പോയി എന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതൊരു CPIയുടെ മാത്രം പ്രശ്നമല്ല, ജനങ്ങളുടെ വികാരമായിട്ട് അത് ബോധ്യപ്പെട്ടതും തെളിഞ്ഞതും തെരഞ്ഞെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പിൽ LDFന് വളരെ പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായി. ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു. ആ തോൽവിയുടെ പുറകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം LDFന് ഒരു മുന്നറിയിപ്പേകുകയെന്നാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും അഗ്രതാല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ്. ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അത് CPI പഠിക്കും, CPM പഠിക്കും, LDF ആകെ പഠിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ LDF തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതു ഇടങ്ങളിലെ ശുചിത്വവും പെരുമാറ്റരീതിയും വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമെന്ന് മന്ത്രി OR കേളു. 10ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസത്തോളം മലയോര മേഖലയ്ക്ക് ഉത്സവ ഛായ പകർന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 10ാമത് പതിപ്പിന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഇലന്തുകടവിൽ ഉജ്ജ്വല സമാപനം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിൽ നിന്നുള്ള മനുവിംഗ് വാക്രനഗൽ റാപ്പിഡ് രാജയായും ജർമ്മനിക്കാരി മരീസ കൗപ്പ് റാപ്പിഡ് റാണിയുമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവരും 1,20,000 രൂപ വീതമുള്ള ചെക്ക് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിൽ നിന്നും ഏറ്റുവാങ്ങി. കാർഷിക സംസ്ഥാനമായ കേരളം കാലാന്തരത്തിൽ മാറിമറിഞ്ഞെന്നും വിനോദസഞ്ചാര മേഖലയിലാണ് ഇന്ന് വന്നു നിൽക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
നമ്മുടെ പ്രധാന തൊഴിൽ വരുമാന മേഖലയായി വിനോദസഞ്ചാര മേഖല മാറി. വിനോദസഞ്ചാര പദ്ധതികളെ നന്നായി പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് സാധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ ടൂറിസം കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ടൂറിസം പദ്ധതികളെ പരമാവധി നമ്മുടെ സംസ്ഥാനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. കേരളത്തെ സംബന്ധിച്ച് എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്തെ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ്. ആ കാർഷിക സംസ്ഥാനം ഇന്ന് മാറി മാറി വലിയ രീതിയിലുള്ള ഒരു ടൂറിസത്തിലാണ് എത്തി നിൽക്കുന്നത്. ലിൻഡോ ജോസഫ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്ന് MK രാഘവൻ MP. സംയുക്ത അധ്യാപക സമിതി നടത്തിയ ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും തകർക്കുന്ന നയങ്ങൾ ഇടതു സർക്കാർ ആവർത്തിക്കുകയാണെന്ന് MK രാഘവൻ MP അഭിപ്രായപ്പെട്ടു. കേരള സർക്കാരിന്റെ അധ്യാപക ദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത അധ്യാപക സമിതി നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പ്രഗത്ഭമതികളായ വിദ്യാഭ്യാസ മന്ത്രിമാർ ഉണ്ടായിരുന്ന നാടാണ് കേരളം നടന്നിരിക്കണം. മുല്ലശ്ശേരി മാഷ പോലത്തെ ആൾ, CH പോലത്തെയുള്ള ആളുകൾ, അവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ. അസംബ്ലിക്കകത്ത് പറയുന്ന മറുപടി കേട്ടാൽ ഏത് കുട്ടിയുടെ പഠിക്കും നിങ്ങൾ ആലോചിക്കണം. ഏത് കുട്ടി കേരളത്തിൽ പഠിക്കും? പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം തകർത്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ അന്തരീക്ഷം തകർത്തുകൊണ്ടിരിക്കുന്നു. ഒരു കുലുക്കവുമില്ല മന്ത്രിമാർക്ക്, ഒരു കൂസലുമില്ല മന്ത്രിമാർക്ക്. രക്ഷിതാക്കൾ ശിക്ഷിക്കുന്ന ഗവൺമെന്റ് മാറുന്നത് കൊണ്ട് ഇനിയെങ്കിലും ഗവൺമെന്റ് കേരളത്തിലെ രക്ഷിതാക്കളെ ഓർത്തെങ്കിലും കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഈ വിഷയത്തിൽ അധ്യാപകരുമായി സംസാരിക്കാൻ തയ്യാറാകണം. അധ്യാപക പ്രസ്ഥാനങ്ങളുമായി സംസാരിച്ച് യുക്തമായി തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് CP ചെറിയ മുഹമ്മദ്, TT ബിനു, EK സുരേഷ്, M കൃഷ്ണമണി, KM അഭിജിത്ത്, V സായുജ്, VK മുഹമ്മദ് റഷീദ്, PM ശ്രീജിത്ത്, T അശോക് കുമാർ, മുജീബ് റഹ്മാൻ, മൂസക്കോയ മാവിളി, KK ആലിക്കുട്ടി, ഉമ്മർ ചെറൂപ്പ, T ആബിദ്, അഫ്സൽ അബ്ദുൽ ഹക്കീം, K ഷാഫി, സജീവൻ കുഞ്ഞോത്ത്, മജീദ് ചോമ്പാല, P രാമചന്ദ്രൻ, ഷാജു P കൃഷ്ണൻ, TK പ്രവീൺ, PK രാധാകൃഷ്ണൻ, TC സുജായ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ച് കാർഗോ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗം കൊച്ചിയിൽ ചേരും. മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത, മണ്ണിടിച്ചിൽ മൂലം റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അഭ്യർത്ഥന മാനിച്ച് അനന്തപുരം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ലിമിറ്റഡ് ഗുജറാത്തിൽ നിന്നും കേരളത്തിലെ മൈനർ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കാർഗോ കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനു വേണ്ടി പ്രാഥമിക ചർച്ച നടത്തുന്നതിനു വേണ്ടിയാണ് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ കേരള സ്റ്റീമർ അസോസിയേഷൻ ഹാളിൽ വെച്ച് യോഗം വിളിച്ചത്. വിഴിഞ്ഞം, കൊല്ലം, ആലപ്പുഴ, കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ തുടങ്ങിയ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കാർഗോ സർവീസ് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും റോഡ് ഗതാഗതം വഴി വരുന്ന ചരക്കുകൾ ജലഗതാഗതം വഴി താരതമ്യേന കുറഞ്ഞ ചിലവിലും സുരക്ഷിതമായും എത്തിക്കുന്നതിനും റോഡ് അപകടങ്ങളും ഗതാഗതക്കുരുക്കും ഒഴിവാക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. ചുരുങ്ങിയ നിരക്കിലും താരതമ്യേന സാധനങ്ങൾ കേടുവരാതെ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നതും അതിനു പുറമെ ഈ ഭാരിച്ച ലോറികളുടെ ഓട്ടം ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും റോഡുകളുടെ റിപ്പയർ ചെയ്ത് ദീർഘകാലം നിലനിർത്തുന്നതിനും ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. അക്കാര്യത്തിൽ മലബാർ ഡെവലപ്മെന്റ് അഭ്യർത്ഥന മാനിച്ച് യോഗം വിളിച്ചു ചേർത്ത് ഭാവി പരിപാടികൾ
ആസൂത്രണം ചെയ്യും. യോഗത്തിൽ താൽപ്പര്യമുള്ള കാർഗോ കപ്പൽ കമ്പനികളുടെയും മറ്റ് ബന്ധപ്പെട്ടവരുടെയും പ്രതിനിധികളോടൊപ്പം അനന്തപുരി ഷിപ്പിംഗ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുരുകൻ വാസുദേവൻ, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവലിയർ സി ചാക്കുണ്ണി, വൈസ് പ്രസിഡന്റ് ജോബ് കൊള്ളന്നൂർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജിയോ ജോബ് എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിയാമെന്ന സന്ദേശവുമായി വയനാടൻ ചുരത്തിൽ നടത്തുന്ന 19ാമത് മഴയാത്രയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. മഴയാത്രയ്ക്ക് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലൂടെ പരിസ്ഥിതി സ്നേഹത്തിന്റെ നല്ല പാഠങ്ങൾ സമ്മാനിച്ച പ്രൊഫസർ ശോഭീന്ദ്രന്റെ ഓർമ്മകൾക്ക് സ്മരണാഞ്ജലി സമർപ്പിച്ചാണ് ഓഗസ്റ്റ് 10-ന് ചുരത്തിൽ മഴയാത്ര നടത്തുക. എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെയും ദേശീയ ഹരിതസേന വിദ്യാലയ പരിസ്ഥിതി ക്ലബ്ബുകളുടെയും പിന്തുണയോടെ ദർശനം സാംസ്കാരിക വേദി മഴയാത്രയോടനുബന്ധിച്ച് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. ശ്രീരാമകൃഷ്ണ മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി നരസിംഹാനന്ദ ഉദ്ഘാടനം ചെയ്തു. ശോഭീന്ദ്രൻ മാസ്റ്ററുടെ ആശയം വരും തലമുറ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ശോഭീന്ദ്രൻ മാഷ് ചെയ്ത ഈ സംരംഭം അതിനെ അനുകരിച്ച് വേറെയും പല ആൾക്കാർ നമ്മുടെ സംസ്ഥാനം ഉടനീളം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഭാവി തലമുറയ്ക്ക് അതൊരു നല്ല ആശയം പകർന്നു കൊടുക്കുന്നതാണ്. ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ എന്നും ഇത് വളരെ നല്ല രീതിയിൽ ഭാവി തലമുറയ്ക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ നടന്ന ചിത്രരചനാ മത്സരത്തിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിലായി 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ G. മനോജ് കുമാർ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം നജ്മ, ദർശനം സെക്രട്ടറി MA ജോൺസൺ, ഷാജു ബൈ, MK സജീവ് കുമാർ, K. ശാന്തകുമാർ എന്നിവർ സന്നിഹിതരായി. 2005-ൽ ശോഭീന്ദ്രൻ മാഷി തുടക്കമിട്ട മഴയാത്രയ്ക്ക് എക്കാലവും പ്രസക്തിയുണ്ടാകുമെന്ന് ഓരോ വർഷവും ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഴിമതി നിയമനങ്ങളുടെ ഏകജാലകം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. PSC കോഴ വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP കോട്ടൂളിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PSC കോഴ വിവാദത്തെ തുടർന്ന് പ്രമോദ് കോട്ടൂളിയെ എന്തിനു പുറത്താക്കിയെന്ന് CPM വെളിപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ PSC നിയമനം നടത്തുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഓഫീസിലെ പ്രമുഖന് വേണ്ടിയാണ് പ്രമോദ് കോട്ടൂളി സ്വകാര്യ വ്യക്തിയിൽ നിന്നും പണം വാങ്ങിയത്. ഇക്കാരണത്താലാണ് പ്രമോദ് കോട്ടൂളിയെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയത്. അല്ലെങ്കിൽ ഏത് കേസിലാണ് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത് എന്ന് CPM വ്യക്തമാക്കണമെന്നും അഴിമതി നിയമനങ്ങളുടെ ഏകജാലകം മന്ത്രി മുഹമ്മദ് റിയാസ് ആണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ് പറഞ്ഞു. PSC കോഴ സമഗ്രമായ അന്വേഷണം നടത്തുക, CPM നേതാക്കന്മാരുടെ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJP നോർത്ത് മണ്ഡലം കമ്മിറ്റി കോട്ടൂളിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നപ്പോഴും CPM-ന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശ്രമിച്ചത് ഇതെല്ലാം കേവലം ഒരു പുകമറ മാത്രമാണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം തയ്യാറായത്, സംസ്ഥാന നേതൃത്വം തയ്യാറായത്.
പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടും സംസ്ഥാന സെക്രട്ടറിയോടും മാധ്യമപ്രവർത്തകന്മാർ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവർ ഇത് കൈയൊഴിയുന്ന സമീപനം നാം കണ്ടിട്ടുള്ളതാണ്. വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളുടെ തലയിൽ, ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടിയുടെ തലയിൽ, ഇവരുടെ എല്ലാം തലയിലിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് CPM-ന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത്. മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, ജനറൽ സെക്രട്ടറി E പ്രശാന്ത് കുമാർ, പ്രശോഭ് കോട്ടൂളി, T രനീഷ്, സതീഷ് പാറന്നൂർ, സരിത പറയേരി, T രജിത് കുമാർ, K ജിതിൻ, VT പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മടപ്പള്ളി ഓർമ്മ കവിതാ സമാഹാരം പുറത്തിറക്കി. സാഹിത്യകാരൻ VR സുധീഷ് പ്രകാശനം നിർവഹിച്ചു. 56 പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകൾ ഉൾപ്പെട്ടതാണ് സമാഹാരം. വിവിധ വികാരങ്ങൾ കവിതകൾക്ക് കാരണമാവുന്നുണ്ടെങ്കിലും ദുഃഖത്തിൽ നിന്നും ഉദ്ഭൂതമാകുന്ന കവിതകളാണ് ഉദാത്തമായവ എന്ന് സാഹിത്യകാരൻ VR സുധീഷ് പറഞ്ഞു. മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പുറത്തിറക്കുന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ അസന്തുഷ്ടികളിൽ നിന്നും സന്തുഷ്ടികളിൽ നിന്നുമൊക്കെയാണ് കരയുണ്ടാകുന്നത്. പക്ഷേ അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദുഃഖം അഥവാ അസന്തുഷ്ടി തന്നെയാണ്. MP സൂര്യദാസ് പുസ്തകം ഏറ്റുവാങ്ങി. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ മടപ്പള്ളി ഓർമ്മ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്ത ചിത്രകാരനും പ്രവാസിയുമായ ശശി കൃഷ്ണനെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KV ഹരി ആദരിച്ചു. മടപ്പള്ളി ഓർമ്മ സെക്രട്ടറി അഡ്വക്കേറ്റ് PK മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് സന്തോഷ് മുല്ലപ്പള്ളി, മുൻ പ്രസിഡന്റ് P ബഷീർ, OK ശ്യാമള, ഗോപി നാരായണൻ, ട്രഷറർ സന്തോഷ് കുറ്റിയിൽ, കോർഡിനേറ്റർ TT മോഹനൻ, VC രാജൻ, സ്നേഹ നന്ദന സംസാരിച്ചു. 56 പൂർവ്വ വിദ്യാർത്ഥികളുടെ കവിതകളാണ് സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിലെ പായൽ ബുക്സ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആക്റ്റീവ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജനസേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കരുതിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് പറഞ്ഞു. ആക്റ്റീവ് കോഴിക്കോട് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പ്രസിഡന്റ് AK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ആക്റ്റീവ ജനറൽ സെക്രട്ടറി PI അജയൻ, MK ബീരാൻ, MP രാമകൃഷ്ണൻ, K പത്മകുമാർ, D രവി, KC അബ്ദുൾ റസാഖ്, P പ്രഭാകരൻ നായർ, MA പ്രഭാകരൻ, ബോണി വർഗീസ്, K സുബ്രഹ്മണ്യൻ, വിജയൻ ചേളന്നൂർ, KK സുരേഷ്, ബിജിത്ത് MT, V സദാനന്ദൻ, TC അബ്ദുൾ കരീം, മുരളീധരൻ, C ഹൈദരലി, ധനേഷ് ബുദ്ധൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്തർദേശീയ കടുവ ദിനത്തോടനുബന്ധിച്ച് വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റാലിയും ബോധവൽക്കരണവും ചിത്രപ്രദർശനവും കടുവയ്ക്ക് ചായ നൽകൽ മത്സരവുമാണ് നടത്തിയത്. കടുവ സംരക്ഷണ ദിനത്തിന്റെ സന്ദേശം നമ്മുടെ പൊതുജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. നന്മണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോറസ്ട്രി ക്ലബ്ബ് വിദ്യാർത്ഥികളാണ് കടുവാ ദിന സന്ദേശ റാലിയും കടുവയ്ക്ക് ചായം നൽകൽ മത്സരവും സംഘടിപ്പിച്ചത്.
കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടി ഉത്തരമേഖല സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി IFS ഉദ്ഘാടനം ചെയ്തു. അവരെപ്പോഴും സോളിറ്ററി ആയിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. അവർക്ക് വലിയൊരു ടെറിട്ടറി ഉണ്ടാവും. ആ ടെറിട്ടറിയിൽ മാത്രമാണ് ടെറിട്ടറിയാണ് അവരുടെ ഏരിയ. ഒരു മെയിൽ ടൈഗറിനൊപ്പം 3-4 ഫീമെയിൽ ടൈഗേഴ്സും ഉണ്ടാവും. അവർ വൃത്തിയായിട്ട് അവരുടെ ടെറിട്ടറി മാത്രം. കടുവയ്ക്ക് ചായം നൽകൽ മത്സരം കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനും MNHS സെക്രട്ടറിയുമായ സത്യൻ മേപ്പയ്യൂർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് അസിസ്റ്റന്റ് കൺസർവേറ്റർമാരായ AP ഇംതിയാസ്, സത്യപ്രഭ, റേഞ്ച് ഓഫീസർ KN ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടിന്റെയും വീടിന്റെയും ഐശ്വര്യവും അഭിവൃദ്ധിയും തേടി ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രസന്നിധിയിൽ ഭക്തരുടെ സർവ്വ ഐശ്വര്യ പൂജ. ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സർവൈശ്വര്യ പൂജ നടന്നത്. പ്രദേശത്തെ എല്ലാവരും തൊഴിൽപരമായ അഭിവൃദ്ധി, കുടുംബ ഐക്യം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് വേണ്ടി വ്രതാനുഷ്ഠാനങ്ങളോടെ പൂജയിൽ പങ്കെടുത്തു. ഒരു വ്യക്തി ആചാര്യനിൽ നിന്നും നാമമേറ്റു ചൊല്ലി ദേവിയുടെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുമ്പോൾ വ്യക്തിക്കും കുടുംബത്തിനും ഗൃഹത്തിനും ആ പ്രദേശത്തും സമ്പത്തും സമൃദ്ധിയും രോഗശാന്തിയും വിദ്യാധനവും കൈവരുമെന്നാണ് വിശ്വാസം. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, കടൽ തീരത്ത് സമുദ്രപൂജ, സുദർശന ഹോമം എന്നിവയും സർവൈശ്വര്യ പൂജയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രണ്ടാം പിണറായി സർക്കാരിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൊതു ഇടങ്ങളിലെ ശുചിത്വവും പെരുമാറ്റ രീതിയും വിനോദസഞ്ചാര മേഖലയിൽ പ്രധാനമെന്ന് മന്ത്രി OR കേളു. ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്ന് MK രാഘവൻ MP. കേരളത്തിലെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ചുള്ള കാർഗോ കപ്പൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രാഥമിക യോഗം കൊച്ചിയിൽ നടക്കും. മഴ നനഞ്ഞ് പ്രകൃതിയെ അറിയാമെന്ന സന്ദേശവുമായി നടത്തുന്ന മഴയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അഴിമതി നിയമനങ്ങളുടെ ഏകജാലകം മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.